പാതയിൽ ദൂരെ കുളിർ തണലോർമകൾ തളിർ വിരൽ നീട്ടവേ പോരൂ അഴകാർന്ന നേരമേ സ്നേഹസ്വരൂപ അവദർശനം ജീവിതമലരിൽ അനുഗ്രഹവർഷം ചൊരിയണമേ ചൊരിയണമേ സ്നേഹസ്വരം മലിനമായ ഈ മൺകുടമങ്ങി തിരുപാദ സന്നിധി മലിനമായ ഈ മൺകുടമങ്ങി തിരുപാദ സന്നിധി അർച്ചന ചെയ്തിടും ദാസരിൽ നാഥ കൃപയേകിടൂ കൃപയേകിടൂ കൃത്തിൻ മാലിന്യം നീക്കിടൂ നീ സ്നേഹസ്വരൂപ അവദർശനം അവൻ വഴികളെ ഞാനറിഞ്ഞ് അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകമോ സുഖവും മനഃശാന്തിയതും ഇഹലോകമോ അരികിൽ ഒരു സുഖവും മനഃശാന്തിയതും എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ
എന്നും ആനന്ദമുണ്ടെനിക്ക്. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ദൈവമേ, എനിക്ക് യോഗ്യമാകുന്നു തുറക്കുന്നു. ഈ ദിവസങ്ങളിൽ വിവാഹിതരാകുന്ന ഫിലുവിനെയും ലിയായെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. തലമുറകൾക്ക് അനുഗ്രഹമുള്ള മക്കളായി തീരുവാൻ വേണ്ട ദൈവകൃപ മക്കളുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന പ്രത്യേകിച്ച് ഇരു കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ എല്ലാവരെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ വിവാഹം എന്ന കൂടാശയിലൂടെ യുവക്കൾ കൂടുതൽ അനുഗ്രഹീതരാകുവാനും എല്ലാ കാര്യങ്ങളും അനുഗ്രഹകരമായി നടക്കുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിവാഹം കൂടാശയിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരു സന്തോഷത്തിൻ്റെ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും അതോടൊപ്പം തന്നെ ദൈവം തമ്മിൽ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് പ്രത്യേകിച്ച് ഈ മക്കളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ സന്ധ്യാപ്രാർത്ഥനയും നമുക്ക് പ്രാർത്ഥനയോടെ സമീപിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തന്റെ മോഹത്താൽ ആകാശവും ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ രോഷം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമില്ല അപ്പം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. എന്റെ ദുർബലമായ നിന്റെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. വിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ, അനുകൂലത്തിന്റെ ദിവസത്തിന്റെ ദൃഷ്ടിയെ നീ പുത്രനാക്കി അനുകൂലമാക്കണമേ. കർത്താവേ, നിന്റെ ഉല്ലാസത്തോടുകൂടെ മനുഷ്യന്റെ വരവനായി നോക്കി പാർക്കുന്ന ഞങ്ങളെ മരിച്ചുപോയവരെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ വടിയിൽ അവരെ പാർപ്പിക്കണമേ. ഒന്നവരും വരുവാനിരിക്കുന്നവരും മനുഷ്യവരനുമല്ലാക്കുന്നവരുമായവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നുവെന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് സുമറാകണമേ. ആമേൻ. നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടയ്ക്കരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാവുന്നു, നീ പറയുന്നു, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാനായി നിന്റെ സ്നേഹം നിന്റെ ഇടത്തു നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് നീ ഇറക്കിക്കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമേൻ. കരുണയുള്ള ദൈവമേ, നിന്റെ വാതിലിൽ ഞങ്ങൾ അപേക്ഷിച്ചിട്ട് മുട്ടുന്നു. നിന്നെ വന്നിക്കുന്നവരുടെ ആവശ്യങ്ങൾ നീ മുടക്കരുതേ. ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് ഞങ്ങൾ വിളിക്കുന്നു. നല്ലവരെ നിങ്ങൾ അപേക്ഷയുടെ സ്വരം കേട്ട് ഞങ്ങളെ യാതനകൾ നൽകണമേ. ആമേൻ. കർത്താവേ, കൃപ ചെയ്യണമേ. കൈക്കൊണ്ടടിയാരുടെ കർമ്മം പൊറുതിയൽച്ചലുടമേ, നിൻ അറിയുന്നലിവും അനുഗ്രഹവും. നിദ്ര വെടിഞ്ഞിട്ടുണർവടു ഞാൻ നിൻ മുൻ നിൽക്കാറാകണമേ. വീണ്ടും ഇറങ്ങിയ നിൻകാവിൽ വീണ്ടുകയും ചെയ്യരുതേ. ഞാൻ അക്രമമുണർവ് ചെയ്യാതെ കാക്കണമേ നാഥാ കൃപയാൽ. നിദ്രേ ഞാൻ പാപം ചെയ്യൽ നിൻ കൃപമോചനമരുളണമേ. തിരുമേഴും നിൻ കുരിശിനെ ഓർത്തേകണമടിയൻ സുഖനിദ്ര. മായാരൂപ കാഴ്ചകളെ പായാതെന്നെ രക്ഷിക്കാം. സ്വച്ഛന്തമുറങ്ങും നേരം ദുഷ്ചിന്തക ദുഷ്ടന്മാരും എന്നെ വന്നു ഭരിക്കായി വാ. നീരാവിൽ കാക്കണമെന്നേ. ദേഹമശേഷം കാപ്പാനീകുക വെളിവിൻ ദൂതനെ നീ. നിന്മേ ഞാൻ ഭക്ഷിച്ചതിനാൽ ദുർമോഹേ വീഴരുതേ. ഞാൻ ആശ്വാസത്തോടുറങ്ങുമെനിക്കാവുക നിൻ രക്തം കാവൽ. ഈ നിൻ സദൃശ്യമതാം സൃഷ്ടി കേകണമേ നീ സ്വാതന്ത്ര്യം. നിൻ കൈവേലയതാമേൽ നിന്റെ വലം കൈവേവണമേ. പരിചയ്ക്കൊപ്പം കാക്കുക നിൻ കരുണക്കോട്ട വളഞ്ഞെന്നെ. പെയ്യുതുറങ്ങുമ്പോൾ കാവൽ ചെയ്യണമേ നിന്നുടെ ശക്തി. ആകണമേ നൽ ധൂപം പോൽ എന്റെ ഉറക്കം തിരുമുൻപിൽ. മാതൃപ്രാർത്ഥനയാലിൻ ചെയ്യക്കണയരുതേ ദുഷ്ടൻ. സാത്താൻ എന്നെ കൊല്ലായ്വാൻ തിരുവലിയം. നിൻ വാക്കിനെ നിവർത്തിക്കാൻ നിൻ കുരിശെന്നുയർ കാത്തിടുക. എന്നെ താങ്ങിയ നിന്നൻപാൽ നിന്നെ ഉണർവിൻ സ്തുതി ചെയ്യുവാൻ. നിന്നിഷ്ടം കേട്ടതിനെ ഞാൻ അനുവർത്തിപ്പാൻ കർത്താവേ. നീതി എഴുന്നൊരു രാവുമനി ഏകണമേ നൽ സന്ധ്യതും. വെളിവാമിശിഹാ രക്ഷക നീ വെളിവിൽ തന്നെ നിൻവാസം. വെളിവിൻ പുത്രന്മാർ നിന്നെ തന്നെ വന്നിച്ചിടുന്നു. വെളിവിൽ വസിക്കുന്നുലകത്തിൻ രക്ഷകനാമീശോ സ്തോത്രം. ഇഹപരലോകങ്ങളിൽ നിന്റെ കൃപ ഞങ്ങളിലുണ്ടാകണമേ. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരമായിരമായി അനവധിയായി സ്തോത്രം നാഥാ. കൃപ വേണം ഞങ്ങളിലെന്നും. സ്തോത്രം മാലാഖകൾ ശുശ്രൂഷിച്ചേറേർ വന്നിപ്പവനെ. പ്രാർത്ഥന കേൾക്കീറേരുടെയും മാലാഖകളുടെയും നാഥാ. ത്വൈകത്വം ഏകത്വോ തൃത്വവുമായി സ്ഥിതി ചെയ്യും പിതൃസുത പരിശുദ്ധാത്മാവാം സത്യേകപരനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിടുന്നവനെ, യാചന നൽകിയിടുന്നവനെ. പ്രാർത്ഥന കേട്ടു നിരപ്പായി കൃപയാൽ യാചന നൽകണമേ. പരിശുദ്ധനായ ബാബാ തമ്പുരാനെ, നിന്റെ പരിശുദ്ധ തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. വിശുദ്ധമായ പുത്രൻ തമ്പുരാനെ, നിന്റെ ജയമുള്ള സ്ലീബായാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. പരിശുദ്ധനായ റൂഹാ തമ്പുരാനെ, ഞങ്ങളെ നിന്റെ അധിവാസന ഭവനങ്ങളാക്കി തീർക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, എല്ലാ സമയത്തും
നിന്റെ ദൈവത്വത്തിന്റെ ചെറുട കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേ. പാർക്കുമോർ അത്യുന്നതന്റെ മറവിലിരിക്കുന്നവൻ ദൈവത്തിന്റെ നിഴലിൽ മഹത്വപ്പെടുന്നു. പാർക്കുമോർ ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവം എന്റെ ശരണവും സങ്കേത സ്ഥലവും എന്ന് കർത്താവിനെ കുറിച്ച് നീ പറയുക. എന്തെന്നാൽ അവൻ വിരുദ്ധതയുടെ കണിയിൽ നിന്നും വ്യർത്ഥ സംസാരത്തിൽ നിന്നും നിന്നെ രക്ഷിക്കും. അവൻ തന്റെ തൂവൽ കൊണ്ട് നിന്നെ രക്ഷിക്കും. അവന്റെ ചെറുട കീഴിൽ നീ മറിക്കപ്പെടും. അവന്റെ സത്യം നിന്റെ ചുറ്റും ആയുധമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തെയും പകൽ പിറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടി സഞ്ചരിക്കുന്ന വചനത്തെയും മധ്യാന്തി വീശുന്ന കൊടുങ്കാറ്റിനെയും ഭയപ്പെടുകയില്ല. നിന്റെ ഭാഗത്ത് ആയിരങ്ങളും നിന്റെ വലത്ത് ഭാഗത്ത് 10,000 വീഴും. എങ്കിലും അവ നിങ്കിലേക്ക് അടുക്കുകയില്ല. എന്നാലോ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും. ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലം നീ കാണും. എന്തെന്നാൽ തന്റെ വാസസ്ഥലം ഉയരങ്ങളിലാക്കിയ എന്റെ ശരണമായ കർത്താവ് നീയാകുന്നു. ദോഷം നിന്നോട് അടുക്കുകയില്ല. ശിക്ഷ നിന്റെ വാസസ്ഥലത്തിന് സമീപിക്കുകയുമില്ല. എന്തെന്നാൽ നിന്റെ സ്ഥല വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൾ നിന്നെ കുറിച്ച് തന്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ കാലിൽ നിനക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കുവാൻ തങ്ങളുടെ ഭുജങ്ങളിൽ അവർ നിന്നെ വഹിക്കും. ഗോർസോ സർപ്പത്തെയും മണലിയെയും നീ ചവിട്ടും. സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിക്കും. അവൻ എന്നെ അന്വേഷിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിഞ്ഞതുകൊണ്ട് ഞാൻ അവനെ ബലപ്പെടുത്തും. അവൻ എന്നെ വിളിക്കും, ഞാൻ അവനോട് ഉത്തരം പറയും. ഞെരുക്കത്തിൽ ഞാൻ അവനോട് കൂടെ ഇരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തി എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കും. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകൾ ഉയർത്തും. എന്നെ സഹായിക്കുന്നവൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നു. അവൻ നിന്റെ കാലുകളുവാൻ സമ്മതിക്കുകയില്ല. നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുകയുമില്ല. എന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നില്ല, ഉറങ്ങുന്നുമില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു. കർത്താവ് നിന്റെ വലത്ത് കൈകൊണ്ട് നിനക്ക് നിഴലിടും. പകൽ സൂര്യനോ രാത്രിയിൽ ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സകല ദോഷങ്ങളിൽ നിന്ന് നിന്നെ കാത്തുകൊള്ളും. അവൻ നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. കർത്താവ് നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇതു മുതൽ എന്നേക്കും കാത്തുകൊള്ളും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ. കർത്താവേ, നിന്റെ കരുണയും ചിറകുകളുടെ നിഴലിൻ കീഴിൽ ഞങ്ങളെ മറച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സകലവും കേൾക്കുന്നവനെ, നിന്റെ കരുണയാൽ നിന്റെ അടിയാരുടെ അപേക്ഷ നീ കേൾക്കണമേ. മഹത്വമുള്ള രാജാവായി ഞങ്ങളുടെ രക്ഷകനായ മിശിഹാ, സമാധാനപൂർണമായ സന്ധ്യയും പുണ്യമുള്ള രാവും ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും നീ പരിഹരിച്ച് യഹോവരമായ 2 ലോകങ്ങളിലും ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ മറച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കണമേ. നിന്റെ സ്നേഹിതനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ജീവനോടിരിക്കുന്ന നാളുകളൊക്കെയും നിന്റെ വലത്ത് ഞങ്ങളുടെ മേൽ ആവസിപ്പിക്കണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴുവാറാകണമേ. നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണവും രക്ഷയും നീ നൽകണമേ. നിന്നെ പ്രസവിച്ച മറിയാമിന്റെയും നിന്റെ സകല പുരുഷന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ, ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവിന്റെ ബഹുമാനം തന്റെ സ്ഥാനത്ത് എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിന്റെ ബഹുമാനം സ്ഥാനത്ത് എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിന്റെ ബഹുമാനത്തിന്റെ സ്ഥാനത്ത് എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധിയും മഹത്വമുള്ള ത്രിത്വമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധിയും മഹത്വമുള്ള ത്രിത്വമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധിയും മഹത്വമുള്ള ത്രിത്വമേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനുമാകുന്നു. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനാകുന്നു. നീ വിശുദ്ധിയുള്ളവൻ, നിന്റെ നാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങൾ ശരണവുമേ, എന്നേക്കും നിനക്ക് സ്തുതി. പാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമില്ല അപ്പം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. ദുരിതഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. വിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും
ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെ സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകർക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശം എന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവ്വസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരാ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വലിയ മഹത്വത്തോടെ ഇടുവാനിരിക്കുന്നവനും തന്റെ രാജന അവസാനമില്ലാത്തവനും നേർത്താവുമായ യേശു മിശിഹായും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെ ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനും ജീവനും പരിശുദ്ധിയുമുള്ള ഏകമായാലും കാതോലികവും സ്ലൈഹികവും ഏകവിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളെ ചൊറിഞ്ഞ് മരിച്ചുപോയുടെ ഉയർപ്പിനും തിരുവാനിക്കുന്ന ലോകത്തിലെ പുതിയ ജീവിതമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. മാതാവിന്റെയും സർവ്വശുദ്ധന്മാരുടെയും വലിയ മാധ്യസ്ഥോപേക്ഷിച്ചോ നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ സ്തുതിയോടു രാജമകൾ ഹാലേലൂയാ ഹാലേലൂയാ നിന്മലഭാഗി രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലേലൂയാ ഹാലേലൂയാ നിഞ്ചനമോർക്കായ പിതൃഗ്രഹവും ബാറക്കുമോ മൂലം ദാതാവിൽ മൂലം ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൽ ഞങ്ങളിൽ അലിവായ്വാൻ പക്കലവേഷയടക്കേണം സൗമൻ കാലോസ് കുറിയേലായി സോ വാഴ്വായി തീരണമേ മറിയാമിന്നോർമ്മ അവൾ പ്രാർത്ഥന ഞങ്ങൾക്കാത്മാവിനു കോട്ട മാറക്കുമോ ശുഭഹോലാബോല പുരോവൽ റൂഹോ കാദീശോ ദൈവാംബിക കന്യാമറിയാമിന്നായി പരിമളധൂപസുരുൾവായോവിലുയരുന്നു മുറിയോറാഹേ മലയിലോ ആധാരേടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ള അർത്ഥനദി ഏകാത്മജനോടർത്ഥിക്കാം ഞങ്ങളിൽ ആർദ്രത തോന്നീടാ നീതിമാന്മന പോലെ തളർത്തിടുമേ ഹല്ലേലൂയ വളരും അവൻ ലബനോന്റെ കാരുകിൽ പോൽ വൃദ്ധതയിലും അവ തളിരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് പുഷ്ടികളും പാർക്കുമോ ശുഭഹോലാബോല ബ്രോവൽ റൂഹോ കാദീശോ മൂലം മാതാവിൽ മൂലം മുൽമിനാമേ ഒരു പോലിങ്ങും മോർഗി വരുകി സഹദാ വാനിലും അതുപോൽ നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിന്നോർമ്മേ ബഹുമാനിച്ചോർക്കായി സൗമൻ കാലോസ് കുറിയേലായി സോ ഭാഗ്യം നബിയാർക്കും ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാരദിനെ പാർക്കുമോ മിശിഹായെ കാൺമാൻ സഹദേരാശിച്ചു വാളാൽ ചിറകേന്തി ഉന്നത പാദമേറി മുറിയോറാഹേ മലയിനു ആധാരേ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടാൻ അടികളെയും തൻ കോപത്തിൻ വഴികളെയും മായ്ച്ചിടാൻ തിരിയായി നീ വരൂ ഉയിരിൻ നാഥനേ ഉലകിൻ നാടിയേ ഇരുളിൻ വീതിയിൽ
ഉലകിൻ നാദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ഈ സംഗീത വിരുന്നിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഭാരതത്തിലെ മാർത്തോമ ശ്ലീഹായുടെ കുറിച്ച് പ്രതിപാദിക്കുന്നതും മണവാളൻ ആകുവാൻ പോകുന്ന റിലു എബ്രഹാം സ്കറിയായിക്ക് ദൈവികമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനുമായുള്ള മാർത്തോമൻ നമ്മയാണ് എന്ന പ്രാരംഭ ഗാനത്തോടുകൂടി നമ്മുടെ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. ഒരു പ്രാർത്ഥനാ ഗാനം. ചന്തം ചാർത്ത ചടങ്ങുകളാണ് വളരെ മനോഹരമായ രീതിയിൽ നല്ല ക്രമീകരണങ്ങളോടുകൂടി ഇപ്പോൾ ഇവിടെ നടത്തപ്പെടുന്നത്. ഇങ്ങനെയുള്ള നമ്മളുടെ ചന്തം ചാർത്ത് വേളകളിൽ നമ്മൾ എന്തിനാണ് ഈ ചന്തം ചാർത്ത് നടത്തുന്നതിനെ കുറിച്ചും എന്താണ് ഇതിന്റെ ചരിത്രം എന്നതിനെ കുറിച്ചും ഞങ്ങൾ കൂടിയിരിക്കുന്ന സദസ്യരോട് അല്പനേരം ഒന്ന് ഷെയർ ചെയ്യാറുണ്ട്. അതായത് AD 345 പലസ്തീൻ, നിനവെ, ഉറഹ ആദിയായ സ്ഥലങ്ങളിൽ നിന്ന് യഹൂദ വംശത്തിൽ
ദാവീദിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരായി 7 ഇല്ലം 72 കുടുംബങ്ങളിൽ നിന്നും 400 ആളുകളുമായി കാനാക്കാരൻ തോമായുടെയും ഉറഹായിലെ മാർ യോസെഫ് മെത്രാന്റെയും നേതൃത്വത്തിൽ കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്ന ക്നാനായക്കാരുടെ ആചാര പാരമ്പര്യം അനുസരിച്ച് ചെറുക്കനെ മണവാളനും പെണ്ണിനെ മണവാട്ടിയും ആക്കുന്നതിനായി ചെറുക്കന്റെയും പെണ്ണിന്റെയും വീട്ടിൽ വെച്ച് യഥാക്രമം ചന്തം ചാർത്തും മൈലാഞ്ചിയിലും നടന്നു വരും. ഇവിടെ എന്തിനാണ് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മകനായ റെയിലുവിനെ ചന്തം ചാർത്തുന്നത്? ഈ ചന്തം ചാർത്തുന്ന സമയത്ത് ഞങ്ങളിവിടെ മനോഹരമായ പുരാതന പാട്ടുകൾ ആലപിക്കുന്നുണ്ട്. എന്താണ് ആ പുരാതന പാട്ടുകളുടെ അർത്ഥം എന്നൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായും ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് അതിൻ്റെതായ ഇൻവോൾവ്മെന്റ് കിട്ടുകയുള്ളൂ. അതായത് റിലുവിനെ ചന്തം ചാർത്തുക എന്ന് പറഞ്ഞാൽ റിലുവിനെ ഇന്ന് ഭംഗി വരുത്തുന്നതായ ചടങ്ങ്. നമ്മുടെ വിവാഹത്തിന് മുന്നായി ചന്തം ചാർത്തി മണവാളനാക്കുന്ന ഈ ചടങ്ങാണ് ഈ ചന്തം ചാർത്ത്. ഇവിടെ പാടുന്ന ഗ്രാനായ പുരാതന പാട്ടുകൾ ഗ്രാനായ സമുദായ ചരിത്രത്തെയും നമ്മുടെ പാരമ്പര്യത്തെയും പറ്റിയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഗ്രാനായക്കാരുടെ കുടിയേറ്റം ഒരുക്കം, യാത്രപുറത്തിൽ കൊടുങ്ങല്ലൂരിൽ വന്ന് ഇറങ്ങിയത്, ചേരമാൻ പെരുമാളിന്റെ സ്വീകരണം, വിലയേറിയ സമ്മാനങ്ങൾ പെരുമാളിനെ കാഴ്ചവെക്കുന്നത്, ക്നായിത്തോമ ചെപ്പേട് പദവികൾ, കൊടുങ്ങല്ലൂർ മഹാദേവർ പട്ടണത്തിലെ താമസം. ഇവിടെ ഈ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പാടുന്ന പുരാതന പാട്ടുകൾ ആ AD 345 എഡേസയിൽ നിന്നും ഉറഹായിൽ നിന്നും ഇവിടെ കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്ന നമ്മുടെ ആ ചരിത്രത്തെ കുറിച്ചാണ് ഞങ്ങൾ പറയുക. അതുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഏകദേശം ഒരു 2.5-3 മണിക്കൂർ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് ഉറഹായിൽ നിന്ന് യാത്ര തിരിച്ച് ഇങ്ങനെ ആ എഡേസ എന്ന കപ്പലിൽ കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേരാം. അപ്പോൾ ആദ്യം വളരെ മനോഹരമായ ഒരു വേദി നമ്മൾ ഇവിടെ സജ്ജീകരിക്കാൻ പോവുകയാണ്. ഈ ചടങ്ങുകളുടെ തുടക്കമായിട്ട് ഇവിടെ നല്ലൊരു വേദി സജ്ജീകരിക്കാൻ പോവുകയാണ്. വേദി സജ്ജീകരിക്കുന്ന ചടങ്ങിൽ ആദ്യമായി ഇവിടെ തലപ്പായ വിരിക്കുന്നതായ ചടങ്ങാണ്. തലപ്പായ വിരിക്കുന്നതിലേക്ക് ഞങ്ങൾ അനു ആൻഡ് മിനി വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തലപ്പായ ഇവിടെ വിരിച്ചു കഴിഞ്ഞു. ഇനി ഈ തലപ്പാട് മുകളിൽ നിലവണ ഒഴിച്ച് അലങ്കരിക്കുകയാണ്. ആ നിലവണ വരയ്ക്കുന്നത് ജോയിസ് ആൻഡ് ലൈജി. സന്തോഷപൂർവ്വം ഞങ്ങൾ ഈ വേദിക്കരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോയിസ് ആൻഡ് ലൈജി. ഈ നിലവണ വരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ സദസ്യരോട് 3 പ്രാവശ്യം ചോദിച്ച് അനുവാദം തേടാനായിട്ടുണ്ട്. നിലവണ വരയ്ക്കട്ടെ എന്ന് 3 പ്രാവശ്യം ചോദിച്ച് അനുവാദം തേടേണ്ടതായിട്ടുണ്ട്. എന്തിനാണ് നിലവണ വരയ്ക്കുന്നത്, എന്തിനാണ് സദസ്യരോട് ചോദിച്ചാൽ AD 347 ക്നാനായക്കാർ കൊടുങ്ങല്ലൂർ കൊടിയേറി പാർത്തിപ്പോൾ ചേരമാൻ പെരുമാൾ മഹാരാജ വന്ന ഈ സദസ്സിൽ വിളംബരം ചെയ്യാനുള്ള അവകാശം ക്നാനായക്കാർക്ക് നൽകിയിരുന്നു. ആ വിളംബരമാണ് ഇപ്പോൾ ഇവിടെ സമൂഹത്തിൽ നടത്തുന്നത്. അതായത് ഈ തലപ്പായിൽ നിലവണ ഒഴിച്ച് അലങ്കരിക്കട്ടെ എന്ന് 3 പ്രാവശ്യം സദസ്യരോട് ചോദിച്ച് അനുവാദം തേടുകയാണ്. ഇവിടെ ഇപ്പോൾ നിലവണ വരയ്ക്കുവാനായി തയ്യാറാവുകയാണ്. അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഈ തലപ്പാട് മുകളിൽ നിലവണ വരച്ച് അലങ്കരിക്കുന്നത് ചോദിച്ചാൽ, യഹോവയായ ദൈവം ആദാമിനെ ഹവ്വായി ഏദൻ തോട്ടത്തിൽ നിയമിച്ച് ആക്കിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇപ്പോൾ ഈ തലപ്പാട് മുകളിൽ നിലവണ ഒഴിച്ച് അലങ്കരിക്കുന്നത്. അതായത് ഒരു പരദീസ ക്രമീകരണം.
പറുദീസായി കാലം പരന്നപ്പോൾ ഇതു മല മുകളിലേറ്റും വളരെ മനോഹരമായി തന്നെ ഈ തഴപ്പാട് മുകളിൽ നിലവണ വരച്ച് അലങ്കരിച്ചിരിക്കുക. ഇനി നിലവണ വരച്ച് അലങ്കരിച്ച പീഠങ്ങൾ ഈ വേദിയിൽ വെക്കുകയാണ്. ആ പീഠങ്ങൾ ഈ വേദിയിൽ ക്രമീകരിക്കുന്നത് കൊച്ചുമോൾ അനു ആൻഡ് അൻസു അവർ ചേർന്ന് ഇപ്പോൾ ഈ പീഠങ്ങൾ ഈ വേദിയിൽ ക്രമീകരിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ബ്രൈഡ് റിലു എബ്രഹാം സ്കറിയ, റിലു ലിയ സാറ ചാർലി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ പേരൻസും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായിരിക്കുന്നു. അവർ എല്ലാവരെയും ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പീഠങ്ങൾ ഇവിടെ ക്രമീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനിയും ഈ പീഠങ്ങൾക്ക് മുകളിൽ വിശുദ്ധിയുടെ പ്രതീകമായ വെള്ളവിരി വിരിക്കുകയാണ്. ആ വെള്ളവിരി ഈ പീഠങ്ങൾക്ക് മുകളിലായി ക്രമീകരിക്കുന്നത് ജോളി ആൻഡ് സ്മിത. പുറപ്പെട്ടു. പുറപ്പെട്ടു. അടുത്ത ഈ വേദിയിൽ ഒരു കിണ്ടിയും കോളാമ്പിയും ക്രമീകരിക്കേണ്ടതാണ്. ആ കിണ്ടിയും കോളാമ്പിയും ഈ വേദിയിൽ ക്രമീകരിക്കുന്നത് ഷൈജി. അപ്പരുടെ പരിശുദ്ധ റൂഹ മാളികയിൽ ശ്രീഹർനാടമേൽ ആവസിച്ചത് അഗ്നിനാവിന്റെ സാദൃശ്യത്തിലായിരുന്നു. അതുകൊണ്ട് ആദിമ സഭയിൽ
പരിശുദ്ധ റൂഹായുടെ അടയാളമായിരുന്നു അഗ്നിനാളം. നമ്മുടെ ഇതുപോലുള്ള വിവാഹ മംഗളകരമായ ചടങ്ങുകളിലൊക്കെ നമ്മൾ ചെറിയ നിലവിളക്ക് തെളിയിച്ച് വെക്കാറുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ക്രിസ്തീയ ആചാരപ്രകാരം അത് പരിശുദ്ധ റൂഹായുടെ ആവാസമാണ്. അതുപോലെ തന്നെ അത് ഐശ്വര്യത്തിന്റെ പ്രതീകം കൂടിയാണ്. ഇപ്പോൾ നിലവിളക്ക് തെളിയിച്ച് കിഴക്കുമുഖമായി സമർപ്പിക്കുകയാണ്. ആ നിലവിളക്ക് ഇവിടെ ക്രമീകരിക്കുന്നത് ജൈനമ്മ. വളരെ മനോഹരമായി തന്നെ ഇപ്പോൾ ഇവിടെ വേദി അലങ്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ ചെറുക്കനെ ചന്തം ചാർത്തുവാനായി ഈ വേദിയിലേക്ക് ആനയിക്കുക. അതായത് പ്രിയപ്പെട്ട അളിയൻ, അമ്മാച്ചൻ, സ്നേഹിതർ, ബന്ധുമിത്രാദികൾ ഒക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ അളിയൻ നമ്മുടെ പ്രിയ റീലുവിനെ ചന്തം ചാർത്തുവാനായി ഈ വേദിയിലേക്ക് ആനയിക്കുകയാണ്. അതവിയിലെ മണർക്കോല പുതുമ കാൺമാൻ കൂറാന ബന്ധുക്കളും ഗുണമുടയ അറിവുള്ളോരും അപ്പനോട് അമ്മാവന്മാർ അയലാരും ബന്ധുക്കളും കേരാനാധനത്തെയൊത്ത് വേഗമുടെ തൻ പിതാക്കൾ ഇനി അളിയൻ സദസ്യരോട് ചെറുക്കനെ ചന്തം ചാർത്താൻ പഠിച്ചിരുത്തട്ടെ എന്ന് 3 പ്രാവശ്യം ചോദിച്ച് അനുവാദം തേടുകയാണ്. വിളംബരം ചെയ്യുകയാണ്. അപ്പോൾ ചോദ്യം വരുന്നു. വടവാളിനെ പിടിച്ചിരുത്തട്ടെ. വടവാളിനെ പിടിച്ചിരുത്തട്ടെ. വില്ലൂരെ ചന്തം ചാർത്താൻ പിടിച്ചിരുത്തട്ടെ. ഫ്രണ്ടിൽ നിന്ന് മാറണേ. ഫ്രണ്ടിൽ നിന്ന് മാറണേ. ഫ്രണ്ടിൽ നിന്ന് ഇനി നമ്മുടെ ചെറുക്കനെ ചന്തം ചാർത്തുന്നതിലേക്ക് ആവശ്യമായ നല്ലെണ്ണ, ഉമ്മിക്കരി, ഈർക്കിൽ എന്നിവയും ഈ വേദിയിൽ ക്രമീകരിക്കുക എന്ന ചടങ്ങാണ്. അതിലേക്ക് ഇപ്പോൾ പരികർമ്മി ഇപ്പോൾ മുൻപോട്ട് കടന്നു വരും. കടന്നു വന്ന് നമ്മുടെ ചെറുക്കനെ ചന്തം ചാർത്തുകയാണ്. പരികർമ്മിയെ ഞങ്ങൾ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. സദസ്യരോട് ചെറുക്കനെ സ്വന്തം ചാർത്തട്ടെ എന്ന് 3 പ്രാവശ്യം ചോദിച്ച് അനുവാദം തേടുകയാണ്.
17 പരിചമേൽ അധികാരമുള്ള മേലച്ചന്മാരോട് ചോദിക്കുന്നു, മണവാളൻ ചെറുക്കന് ചന്തം ചേർക്കട്ടെ. 17 പരിചമേൽ അധികാരമുള്ള മേലച്ചന്മാരോട് ചോദിക്കുന്നു, മണവാളൻ ചെറുക്കന് ചന്തം ചാർത്തട്ടെ. 17 പരിചമേൽ അധികാരമുള്ള മേലച്ചന്മാരോട് ചോദിക്കുന്നു, മണവാളൻ ചെറുക്കന് ചന്തം ചാർത്തട്ടെ. ഇവിടെ നമ്മുടെ പരികർമ്മി ചോദിച്ചു 17 പരിശമേൽ അച്ഛന്മാരോട് ചോദിച്ചുകൊണ്ട് ചന്തം ചാർത്തട്ടെ എന്ന്. AD 345 കാനായക്കാർ കൊടുങ്ങല്ലൂർ കുടിയേറി പാർത്തപ്പോൾ ചേരമാൻ പെരുമാൾ മഹാരാജാവ് അവർക്ക് നൽകിയ സ്ഥാനമാണ് 17 പരിശമേൽ അച്ഛന്മാർ. ആ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ പരികർമ്മി ഇവിടെ ഇരിക്കുന്ന സദസ്യരെ അഭിസംബോധന ചെയ്തത്. അടുത്തതായി നമ്മുടെ ചെറുക്കനെ അമ്മാച്ചൻ, അളിയൻ, ബന്ധുപത്രാദികൾ, സ്നേഹിതരൊക്കെ മുൻപോട്ട് കടന്നു വന്ന് ഇപ്പോൾ നട വിളിച്ച് ചെറുക്കനെ കുളിപ്പിക്കാനായി കൊണ്ടുപോകുന്നതായ സമയമാണ്. അതിലേക്ക് ഉത്തരവാദിത്തപ്പെട്ടവർ മുന്നോട്ട് കടന്നു വരണം. ചേരമാൻ പെരുമാൾ മഹാരാജാവിൽ നിന്നും ക്രാനായക്കാർക്ക് ലഭിച്ച 72 പദവികളിൽ ഒന്നാണ് സമൂഹത്തിൽ നട വിളിക്കുവാനുള്ള അവകാശം.
വേദിയിലേക്ക് വേണ്ടപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ നടവിളിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് ആനയിച്ചുകൊണ്ട് വരികയാണ്. അളിയൻ മുൻപോട്ട് കടന്നു വരിക. ഇപ്പോൾ നമ്മുടെ സിജോ അളിയൻ ഇവിടെയുണ്ട്. അളിയനിപ്പോൾ നമ്മുടെ മണവാളനെ നുള്ളിക്കൊടുക്കാൻ പിടിച്ചിരുത്തട്ടെ എന്ന സദസ്യരോട് 3 പ്രാവശ്യം ചോദിച്ച് അനുവാദം തേടുകയാണ്. മണവാളനെ നുള്ളിക്കൊടുക്കാൻ പിടിച്ചിരുത്തട്ടെ എന്ന്. മണവാളനെ നുള്ളിക്കൊടുക്കാൻ പിടിച്ചിരുത്തട്ടെ. മണവാളനെ നുള്ളിക്കൊടുക്കാൻ പിടിച്ചിരുത്തട്ടെ. മണവാളനെ റില്ലുവിനെ നുള്ളിക്കൊടുക്കാൻ പിടിച്ചിരുത്തട്ടെ. വേദിയിൽ വെക്കുന്നതിന് മുമ്പായി സദസ്യരോട് ഇച്ചപ്പാടും പാച്ചോടും വെക്കട്ടെ എന്ന് 3 പ്രാവശ്യം ചോദിച്ച് അനുവാദം തേടേണ്ടതാണ്. അപ്പോൾ ഈ ചോദ്യം സദസ്യരോടായതുകൊണ്ട് 1 പ്രാവശ്യമെങ്കിലും ഈ ചോദ്യത്തിന് മറുപടി പറയുവാൻ സദസ്യരെല്ലാം ബാധ്യസ്ഥരാണ്. അപ്പോൾ കേട്ടില്ല, കേട്ടില്ല, കേട്ടു. എല്ലാവരും റെഡിയല്ലേ? റെഡിയല്ലേ? അപ്പൊ ചേച്ചി ചോദിക്കാൻ പോവാ. റെഡിയാട്ടോ? അവിടെ പറഞ്ഞു, ചോദിച്ചു. കേട്ടില്ല. കേട്ടില്ല. കേട്ടു. വിവാഹ തലേന്ന് മണവാളന് കൊടുക്കുന്ന വിശിഷ്ട ഭോജ്യമാണ് ഈ വെൺപാർച്ചോർ. പഴയ കാലങ്ങളിൽ ഇപ്പോഴും തന്നെ നമ്മൾ നുള്ളിക്കൊടുക്കുമ്പോൾ പലപ്പോഴും വലത് കൈ കൊണ്ട് നുള്ളിക്കൊടുക്കുമ്പോൾ ഇടത് കൈ കൊണ്ട് വലത് കൈയുടെ മുട്ടിൽ പിടിക്കാറുണ്ട്. അത് വിശിഷ്ട ഭോജ്യമായതിന്റെ അടയാളമാണ്. തോരനായിട്ട് വരുന്നത്
ഗ്രാനക്കാർക്ക് ലഭിച്ച 72 പദവികളിൽ ഒന്നാണ് ഈ സമൂഹത്തിൽ തലയെ കെട്ടുവാനുള്ള അവകാശം. ആ അവകാശമൊക്കെ പൂർണ്ണമായും വിനിയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രിയ പിതാവ് ഇവിടെ എത്തിയിരിക്കുന്നത്. സദസ്യരോട് മണവാളൻ നുള്ളിക്കൊടുക്കട്ടെ എന്ന് 3 പ്രാവശ്യം ചോദിച്ച് അനുവാദം തേടേണ്ടതാണ്. ഇച്ചിപ്പാടും പാചോറും കൊടുക്കട്ടെ. ഇച്ചപ്പാടും പാച്ചോറും കൊടുക്കട്ടെ. ഇച്ചപ്പാടും പാച്ചോറും എല്ലാം കൊടുക്കട്ടെ. പ്രിയ അമ്മാച്ചനിപ്പോൾ നമ്മുടെ മണവാളന് സ്നേഹവും കരുതലും നൽകുന്നു. ഇനിയും മറ്റു പിതാക്കന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ എന്നിങ്ങനെ ഒട്ടും തന്നെ താമസം വരുത്താതെ മുറയ്ക്ക് നിങ്ങൾ മുൻപോട്ട് കടന്നു വന്ന് നിങ്ങളുടെ സ്നേഹവും കരുതലും നമ്മുടെ പ്രിയ മണവാളന് നൽകേണ്ടതാണ്.
పట్టు
പോകുന്നത് കൊണ്ട് കല്യാണത്തിന് എനിക്ക് പങ്കെടുക്കുവാനും സാധിക്കുകയില്ല. ലുലുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശാന്തനായിട്ട് ഒരു നല്ല മനുഷ്യൻ എന്നെനിക്ക് തോന്നിയിട്ടുള്ള അതുകൊണ്ട് കോശേശ്വരനോട് ചോദിച്ചു, ഇങ്ങനെ റിലു എങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറയും നല്ലൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയും അവൻ ഡോക്ടറാണ്, എൻജിനീയറാണ്, അവൻ ഇന്ന ജോലി ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ റിലുവിനെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പള്ളിയിൽ ഞാൻ ഈ 5 വർഷക്കാലം ഇവനിങ്ങനെ പല ആവർത്തി കണ്ടിട്ടുണ്ട്. പല അവധിക്ക് വരുന്ന സമയത്തൊക്കെ വളരെ ശാന്തമായി എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുന്ന, മുതിർന്നവരോടൊക്കെ വളരെ ശാന്തമായി ഇടപെടുന്ന ഒരു നല്ല മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഇത് ഞാൻ പൊഴുതി പറയാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, എനിക്ക് മനസ്സിൽ നിന്ന് തോന്നിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ദൈവാനുഗ്രഹം അവനുണ്ടാകും ഞാൻ ആശംസിക്കുന്നു. ലിയയും അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളാണ്. ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ലിയയുടെ ഒരു വലിയ ഒരു നന്മ, മനസ്സിൻ്റെ ഒരു നന്മ, സഭയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത് വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞങ്ങളെപ്പോഴും MCYM യുവജനങ്ങൾ റിലുവിന് MCYMൻ്റെ ഭാഗമാണല്ലോ. ഒരു ചെറിയ മൊമെൻറ്റോ ഞങ്ങളുടെ ഒരു സ്നേഹാദരവായിട്ട് ഇപ്പോൾ സമർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കനിയുണ്ട് 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 കാട്ടിൽ, കനിയുണ്ട് 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 കാട്ടിൽ, ആ കനി വിത്തെറിഞ്ഞൊരു കുരുണ്ട കാട്ടിൽ, ആ കനി വിത്തെറിഞ്ഞൊരു കുരുണ്ട കാട്ടിൽ, ആ കുരു മുളച്ചൊരു ചെടിയുണ്ട കാട്ടിൽ, ആ കുരു മുളച്ചൊരു ചെടിയുണ്ട കാട്ടിൽ, ആ ചെടി വളർന്നൊരു മരമുണ്ട കാട്ടിൽ, ആ ചെടി വളർന്നൊരു മരമുണ്ട കാട്ടിൽ, ആ മരം കാണാൻ വന്നൊരു പരദേശി കപ്പിത്താൻ, ആ മരം കാണാൻ വന്നൊരു പരദേശി കപ്പിത്താൻ, ആ മരം വെട്ടാൻ വന്നൊരു പരദേശി കപ്പിത്താൻ, ആ മരം വെട്ടാൻ വന്നൊരു പരദേശി കപ്പിത്താൻ. ഒരു മഴു എറിഞ്ഞപ്പോൾ ആ മരം കുലുങ്ങി, ഒരു മഴു എറിഞ്ഞപ്പോൾ ആ മരം കുലുങ്ങി, 2 മഴു 3 മഴു എറിഞ്ഞപ്പോൾ ആ മരം കുലുങ്ങി, 4 മഴു എറിഞ്ഞപ്പോൾ ആ മരം വീണു, 4 മഴു എറിഞ്ഞപ്പോൾ ആ മരം വീണു, ആ മരം വെട്ടിയിട്ടൊരു മത്സ്യക്കപ്പൽ തീർത്തു, ആ മരം വെട്ടിയിട്ടൊരു മത്സ്യക്കപ്പൽ തീർത്തു, അതിന്മേലെന്തല്ല വാണിഭമുണ്ടെന്നോ, അതിന്മേലെന്തല്ല വാണിഭമുണ്ടെന്നോ. മഞ്ഞൾ ചുക്കടയ്ക്കുമല്ല പുത്തരിയല്ല പുത്തഞ്ചപ്പടി കണ്ണാടി, പുത്തുമല്ല പുത്തരിയല്ല പുത്തഞ്ചപ്പടി കണ്ണാടി, ഇടിയോ പൊടിയോ ചെറുവെള്ള കാടിയോ, ഇടിയോ പൊടിയോ ചെറുവെള്ള കാടിയോ, പാത്താനടിയോ കലമാച്ചി മേടോ, പാത്താനടിയോ കലമാച്ചി മേടോ, അവരയിൽ വന്നിരുന്നു പണ്ട് മുരളുന്നേ, പണ്ടു നല്ല തുമ്പി നല്ല തെക്കരുടെ ആന, പണ്ടു നല്ല തുമ്പി നല്ല തെക്കരുടെ ആന, തെക്കരുടെ ആനയല്ലോ തിരുവതിച്ചു നടക്കുന്നേ, തെക്കരുടെ ആനയല്ലോ തിരുവതിച്ചു നടക്കുന്നേ. കനിയുണ്ട് കനിയുണ്ട് കനിയുണ്ട കാട്ട്, ആ കനി വിത്തെറിഞ്ഞൊരു കുരുവുണ്ട കാട്ട്, ആ കുരു മുളച്ചൊരു ചെടിയുണ്ട കാട്ട്, ആ ചെടി വളർന്നൊരു മരമുണ്ട കാട്ട്, ആ മരം കാണാൻ വന്നൊരു പരദേശി കപ്പിത്താൻ, ആ മരം വെട്ടാൻ വന്നൊരു പരദേശി കപ്പിത്താൻ. ഒരു മഴു എറിഞ്ഞപ്പോൾ ആ മരം കുരുങ്ങി, ഒരു മഴു എറിഞ്ഞപ്പോൾ ആ മരം കുരുങ്ങി, 2 മഴു എറിഞ്ഞപ്പോൾ ആ മരം നടുങ്ങി, 3 മഴു എറിഞ്ഞപ്പോൾ ആ മരം കഴിഞ്ഞു,
നറുമഴു എറിഞ്ഞപ്പോൾ ആ മരം വീണു ആ മരം പെട്ടിയിട്ട് മത്സ്യക്കപ്പൽ തീർത്തു അതിമേലമാണി കൊണ്ടല്ലോ മഞ്ഞ ചുക്കടക്കാറഞ്ഞാക്കത്തീളം ദേവം കുട്ടുമല്ല പുത്തരിയല്ല പുത്തച്ചപ്പടി കണ്ണാടി ഇടിയോ പൊടിയോ ചെറുവിള കടിയോ ആക്കാനടിയോ കലമാഞ്ചി വേണം അവരെ വന്നിരുന്നു പണ്ടുമല്ല തുമ്പിമല്ല തെക്കരുടെ ആന പണ്ടുമല്ല തുമ്പിമല്ല തെക്കരുടെ ആന തെക്കരുടെ ആനയല്ലോ തിന്നു വലിച്ചു നടക്കുന്നേ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവരെല്ലാവർക്കും ഒന്ന് കാണാനും പരിചയപ്പെടാനും ഒക്കെ ഉള്ളൊരു അവസരം കൂടിയാണ്. ഇപ്പോൾ അവർ രണ്ടുപേരെയും വളരെ സന്തോഷത്തോടുകൂടി മകന് നിങ്ങളുടെ സ്നേഹവും കരുതൽ നൽകുവാൻ വേണ്ടി ഞങ്ങൾ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ഒരു മഴ എറിഞ്ഞപ്പോൾ ആ മരം കുലുങ്ങി രണ്ടുമഴ എറിഞ്ഞപ്പോൾ ആ മരം നടുങ്ങി ചരിഞ്ഞു നടുമഴ എറിഞ്ഞപ്പോൾ ആ മരം വീണു ആ മരം വെട്ടിയിട്ട് മത്സ്യക്കപ്പൽ തീർത്തു അതിമേലല്ല മാണിമണ്ടല്ലോ ഇനി മഞ്ഞ ചുക്കടക്കാടകത്തികളും നീളം കുട്ടുമല്ല പുത്തരിയല്ല പുത്തഞ്ചപ്പടി കണ്ണാടി ഇനിയോ പൊടിയോ ചെറുവില്ല കടിയോ കാത്താനടിയോ കലമാഞ്ചി മേടം അവരയിൽ വന്നിരുന്നു മണ്ണുമൂലടുന്നി പണ്ടുമല്ല തുമ്പിമല്ല തെക്കരുടെ ആന പണ്ടുമല്ല തുമ്പിമല്ല തെക്കരുടെ ആന തെക്കരുടെ ആനയല്ലോ തിന്മറിച്ച് നടക്കുന്നേ തെക്കരുടെ ആനയല്ലോ തിന്മറിച്ച് നടക്കുന്നേ കനിയുണ്ട് കരിയുണ്ട് കനിയുണ്ട കാറ്റ് ആ കനിയിൽ തെറിഞ്ഞു കുരുണ്ട കാറ്റ് ആ കുരു മുളച്ചൊരു ചെടിയുണ്ട കാറ്റ് ആ ചെടി വളർന്നൊരു മരമുണ്ട കാറ്റ് ആ മരം കാണുന്നു വരദേശി കപ്പിത്ത ആ മരം കാണുന്നു വരദേശി കപ്പിത്ത ഒരു മഴ എറിഞ്ഞപ്പോൾ ആ മരം കുലുങ്ങി രണ്ടു മഴ എറിഞ്ഞപ്പോൾ ആ മരം നടുങ്ങി മൂന്നു മഴ എറിഞ്ഞപ്പോൾ ആ മരം ചരിഞ്ഞു നടുമഴ എറിഞ്ഞപ്പോൾ ആ മരം വീണു ആ മരം വെട്ടിയിട്ട് മത്സ്യക്കപ്പൽ തീർത്തു അതിമേലല്ല മാണികളുണ്ടല്ലോ ഇനി മഞ്ഞ ചുക്കടക്കാറക്കത്തികളും ദേവം കുട്ടുമല്ല പുത്തരിയല്ല പുത്തച്ചപ്പടി കണ്ണാടി ഇനിയോ പൊടിയോ ചെറുതില്ല കടിയോ കാത്താനടിയോ കലമാഞ്ചി വേണം കവരയിൽ വന്നിരുന്ന് പണ്ടുമല്ല തുമ്പിമല്ല തെക്കരുടെ ആന പണ്ടുമല്ല തുമ്പിമല്ല തെക്കരുടെ ആന തെക്കരുടെ ആനയല്ലോ പിന്നോടിച്ച് നടക്കുന്നേ. ഇപ്പോൾ ജൈനമ്മ നമ്മുടെ പ്രിയ മണവാളന് സ്നേഹവും കരുതലും നൽകുകയാണ്. നമ്മുടെ ബന്ധുമിത്രാദികളും ഒക്കെ മുൻകൂട്ടി കടന്നു നുള്ളിക്കൊടുത്ത് കഴിഞ്ഞു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ പ്രിയ മണവാളൻ ചെറുമാൻ പെരുമാൾ മഹാരാജാവിനും ജ്ഞാനയക്കാർക്ക് ലഭിച്ച 22 പദവികളിൽ ഒന്നാണ് സമൂഹത്തിൽ നടവിളിക്കുവാനുള്ള അവകാശം. ആ അവകാശം ഇപ്പോൾ ഇവിടെ വിനിയോഗിച്ച് നമ്മുടെ പ്രിയ മണവാളനെ ഈ ചന്തം ചാർത്തിരിപ്പടത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. ഡേമിയ
മന്ന, അബിയ, എമിൽ നമ്മുടെ കുടുംബത്തിലെ അനുഗ്രഹീത കലാകാരികളാണ്. അക്സ, അന്ന, പ്രഭ അങ്ങനെയുള്ളവരും ചേർന്ന് വളരെ മനോഹരമായ ഡാൻസ് മുമ്പിൽ എല്ലാവർക്കും ചേർന്ന് ഒരു കൈയടിയൊക്കെ കൊടുക്കാവുന്നത് നമ്മുടെ പിള്ളേരല്ലേ. എല്ലാവരും ചേർന്ന് നല്ല കൈയടി. உன்னை பத்திய மண்டையில படி ஒண்ணு ஏறலடி, அழகுல உன்னை மிஞ்சாலடி, விருக்கி இதாய நெஞ்ச குலுக்கி சிறுக்கி படிய முட்டை கலக்கி அழகி போகாத ரொம்ப விலகி சிலுங்கி பொறாலே என்ன முழுங்கி. जब से मिला तेरा साया भाया, मुझे हर बार तू भाया लाया, सपने हजार तू लाया, ऐसे ऐसे हाँ ऐसे 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 जैसे आया. One, two, three, go! बड़ी फोटे 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 सच्ची फोटे कईयारे കല്യാണം
ചാടി കളിക്കണം. 1 2 3 4 പാടണം എനിക്കിത് പാടി കളിക്കണം. പാടണം എനിക്കിത് ചാടി കളിക്കണം. പാടണം എനിക്കിത് ചാടി കളിക്കണം. പച്ചമണത്തെ പുന്നര പുന്നരേ ഉച്ചയ്ക്ക് നീ എന്ന കൊച്ചു വാഴത്തെ പാടി കളിക്കണം. പാടണം എനിക്കിത് ചാടി കളിക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു പാട്ട് കൂടെ പാടി നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. ഇവിടെ